കാടിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുന്നല്ല വർത്തമാനങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഒരു വർത്തമാനത്തിലേക്ക് കടക്കുകയാണ്. ടോക്ക് ഓഫ് ഹോപ്സ്. ഇവിടെ ഒരു ഏറുമാടമുണ്ട്. തടാകം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ അതിലൊന്ന് കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ബലമൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ച് നമ്മൾ കയറുകയാണ്. ഓൾറെഡി എൻ്റെ സുഹൃത്തുക്കൾ മുകളിൽ കയറി കഴിഞ്ഞു. ഇത് ഈ മുള കീറി പാകിയിരിക്കുക എൻ്റെ മുകൾ വശത്ത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ദൂരോട്ട് കാണാൻ പറ്റും. ഡോക്ടർ ഷാബേൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ സ്പെഷ്യലിസ്റ്റാണ്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. പുറകിൽ നമ്മുടെ പെരിയാർ കാച്ച്മെൻറ്റ് ഏരിയ. ഇപ്പം നല്ല മഴയൊക്കെ പെയ്തു ഇവിടെ 2-3 ദിവസമായിട്ട്. അപ്പോൾ ഈ ഭാഗത്തൊന്നും അധികം വെള്ളമൊന്നും വരാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വെള്ളം വന്നു. കാടിനുള്ളിൽ കൂടെ ആ ഒരു വെള്ളത്തെ കാണുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ്. മൃഗങ്ങളൊക്കെ ചിലപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ഈ ഏരിയയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ടോ, ഈ സൈഡിൽ ഒരു മരം വീണ് അത് നാച്ചുറലായിട്ട് അതിൻ്റെ ക്രിമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ വന്ന് ചെതലൊക്കെ വന്ന് അതിൻ്റെ ഒരു ആനയുടെ രൂപമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലേക്കുണ്ട്, പിന്നെ ശുദ്ധമായ വായു, പിന്നെ പഴയൊരു മരം, ഒരുപാട് വേരുകളൊക്കെ ആയി. വല്ലാത്തൊരു കാഴ്ച ഇതല്ല. പക്ഷേ ഇതൊക്കെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് അല്ലേ. കുറച്ചുകൂടെ ഒരു വിശാലമായ ലോകം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഡോക്ടർ എന്താ പറയുന്നു ഇന്നത്തെ നടത്തത്തെക്കുറിച്ച്? വളരെ പോസിറ്റീവാണ്. നമ്മൾ വെറുതെ നമ്മൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടും ഇപ്പോഴും യാത്രകൾ ചെയ്യാം. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മളെ മാനസികമായ, നമ്മളിപ്പം ഡോക്ടർമാരാണ്, നമ്മളിപ്പം എല്ലാവരും പേഷ്യൻസിനോടും എല്ലാവരും നമ്മൾ പറയും നിങ്ങൾ പുറത്ത് പോകണം, കാണണം. പക്ഷേ നമുക്കതിന് സമയം കിട്ടാറില്ല. ഇപ്പം നല്ലൊരു പ്രഭാതം കിട്ടി നമുക്ക്. ഈ ടെൻഷനിലൊക്കെ വിട്ട് നിന്നിട്ട് നമുക്ക് കുറച്ചും കൂടി സന്തോഷം കണ്ടെത്താൻ പറ്റിയ സ്ഥലം. ഇത്രയും പീസ്ഫുള്ളാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയാലും വേറൊരു അനുഭൂതിയാണിത്. ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മൾ മൊബൈലൊക്കെ റേഞ്ച് ഒന്നും നെറ്റ്വർക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട് അതും ഒരു സമാധാനമോ, അല്ലെങ്കിൽ കൂടെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കല്ലേ. നമ്മളെ ടെൻഷനിൽ നിന്നൊക്കെ മാറി നിൽക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല. കുറേ മൃഗങ്ങൾ മാത്രമുണ്ട്. അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടെന്ന് കഴിഞ്ഞാൽ അവരെ നമ്മളെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമുക്ക് വളരെ സുഗമമായിട്ട് പോവാം. ഈ ഒരു പ്രകൃതി, ഇതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വീഡിയോയിൽ കൊണ്ട് മാത്രം ഇത് പൂർണ്ണമാവുന്നില്ല. നമ്മൾ ഇതിലേക്ക് ഇറങ്ങണം. അപ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. വളരെ സന്തോഷം. ഡോക്ടറിൻ്റെ കൂടെ രാവിലെ നടക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അദ്ദേഹം ഇങ്ങനെ ഫോട്ടോ കിച്ചിക്കൊണ്ടിരിക്കുകയാണ്, കിച്ചെന്നും പറഞ്ഞു. അതൊരു സന്തോഷമാണ്. ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ഏകാഗ്രതകളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിന്നുകൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളുടെ മനസ്സിനൊരു വലിയ സന്തോഷം നേടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ. അതെ. പിന്നെ മാത്രമല്ല, ഇപ്പം കാടിൻ്റെയൊക്കെ ഒരു ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര എടുത്താലും മതിയാവില്ല. ഈ കാട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ലൈറ്റിംഗ് അല്ല എപ്പോഴും നമ്മൾ ഈ ഒരു ചെറിയൊരു ഇഞ്ച് സ്ക്രീനിൽ കാണുമ്പോൾ. നമ്മൾ അത് വലിയൊരു ടി വിയിലിട്ട് കണ്ടാലും നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു പിക്ചറൈസേഷനോ ആ ഒരു കളർ പാറ്റേണോ ഒന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കാണേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ട് ഫോട്ടോസ് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ നമ്മൾ നേരിട്ട് വന്ന് ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് അത് നമ്മൾ റിഫ്രഷ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളിപ്പം ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഹാങ് മോഡിലോട്ടൊക്കെ പോകും. നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഹാങ് ആവും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലുള്ള അന്തരീക്ഷങ്ങളിൽ, ഈ പോസിറ്റീവ് എനർജി കിട്ടുന്ന അന്തരീക്ഷങ്ങളിലൊക്കെ വന്നിട്ട് നമ്മൾ ഒരുപാട് നേരം ചിലവഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് റീചാർജ് ചെയ്യാൻ പറ്റും, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. ഇതിനകത്തൊരു കാര്യമേ, ഇപ്പോൾ നമ്മുടെ വനം വകുപ്പ് ഇങ്ങനെ ഒരു അവസരം തന്നില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കാട് കാണാൻ ഇത്രയും ഫ്രീ ആയിട്ട് ഒരു 45 രൂപയ്ക്ക് ഒരു അവസരം തന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇതിനെ അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. നമ്മൾ ചെല്ലുന്ന തന്നെ ഗേറ്റ് അടച്ചിട്ടേക്കും, ചെക്കിംഗ് ഒക്കെ വരും, കയറ്റി വിടത്തില്ല. പക്ഷേ ഇതൊരു തുറന്ന ഒരിടമായി കുറച്ച് ഭാഗം അല്ലേ, അതല്ലേ അതിൻ്റെ ഏറ്റവും വലിയൊരു വൈബ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു കാര്യം ആർക്കും അറിയില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ കുമളിയിൽ നമ്മൾ 1 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമ്മൾ പെയ്ഡായിട്ട് ഉള്ളിലൊക്കെ കാടുകളിൽ പോയി രാത്രി സഞ്ചരിക്കാൻ പോയി, അതൊരു അനുഭവമാണ്. പക്ഷേ ഇതേപോലെ ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം 1 വർഷമായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം ഇത് ആരും ഷെയർ ചെയ്യുന്നില്ല. ഇപ്പം
കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രക്കിങ്ങിന് പോയ സമയത്ത് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ആദ്യമായിട്ട് നമ്മളോട് ചോദിച്ചത് ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രക്കിങ്ങിന് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കാടിനെ ഇഷ്ടപ്പെടുന്നതാണ്, ചെറുപ്പം മുതലേ പല കാടുകളിലെ കഥകളൊക്കെ കേട്ട് ഞങ്ങൾക്ക് അതിനുള്ള ഒരു അനുഭവം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ട്രക്കിങ്ങിനും ഇതിനൊക്കെ വരുന്ന വിദേശികളാണ്, പ്രത്യേകിച്ച് നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളാണ്. ഈ കേരളത്തിലെ ആളുകൾ ആരും തന്നെ അധികം ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ട്രക്ക് ചെയ്യാനോ ഇതേപോലെ പ്രകൃതി ആസ്വദിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം നമ്മളിനി വഴിതെറ്റി വന്നതാണോ എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ആരും അറിയുന്നില്ല ഇങ്ങനെ കുറേ ഹിഡൻ ജെംസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യം. അപ്പോൾ എല്ലാവരും അത് എക്സ്പ്ലോർ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യാതെ ഒന്നും കിട്ടില്ല. ഈ ആദ്യമായിട്ട് കാട് രാത്രിയിൽ യാത്ര ചെയ്ത ഡോക്ടർ ഷാബേലിന് പലരും പറഞ്ഞിട്ടുണ്ടാവും ഈ കരടി ചാടി വീഴും, അല്ലെങ്കിൽ പുലി വരും, പുറകിൽ നിന്ന് ആന വന്ന് കുത്തും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഇരുട്ടാണ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു ഗൈഡ് കൂടെ ഉണ്ട്, ഒരു തോക്കുള്ള പോലീസുകാരൻ കൂടെ ഉണ്ട്, പിന്നെ കുറച്ച് ടോർച്ചുകളും. പതുങ്ങിയിരിക്കുന്ന ഭീഷണികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അല്ല, അത് ഇപ്പം നമ്മൾ കാടിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം കാടെന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ ഉണ്ടായത് കാട് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു വാസന, നമ്മുടെ ശരീരത്തിനൊരു വാസനയുണ്ട്. ഇത് ഈ മൃഗങ്ങൾക്ക് എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഫെറമോൺസ് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ശരീരത്തിൻ്റെ വാസന മാറുമെന്നും അത് ഈ പറയുന്ന ഈ മൃഗങ്ങൾക്ക് അത് മനസ്സിലാവുമെന്നാണ് ഈ ഫോറസ്റ്റ് എന്നുള്ള ഒരുപാട് ടീച്ചിങ്സ് നമുക്ക് കിട്ടുന്നത് അറിയുന്നത്. ഒരിക്കലും ഒരു ഭയം ഉണ്ടായിട്ടില്ല. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ പകൽ കാണുന്ന കാടിൻ്റെ സ്വഭാവം രാത്രി എങ്ങനെയായിരിക്കും, അതിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെയായിരിക്കും. പകലിറങ്ങുന്ന മൃഗങ്ങളുണ്ട്, രാത്രി ഇറങ്ങുന്ന മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങൾ, അവരെങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കിയുമ്പോൾ പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഭയം എന്നുള്ളൊരു ഫാക്ടറില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നല്ലൊരു അനുഭവം ഉണ്ടായത്, നമ്മൾ അന്ന് നൈറ്റ് ട്രക്കിങ്ങിന് പോയ സമയത്ത് നമ്മളോട് അവർ ചോദിച്ചു, നിങ്ങൾ താല്പര്യപ്പെട്ട് വരുന്ന ഒരാളാണോ എന്ന്. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അവർ ഉൾക്കാട്ടിൽ കൊണ്ടുപോയി എല്ലാ ടോർച്ചും ഓഫ് ചെയ്ത് നമ്മളൊരു 5 മിനിറ്റോളം ആ ഉൾക്കാട്ടിൽ, ആ ഒരു നിശബ്ദതയിൽ, ആ ഒരു കൂരാക്കൂരിയിട്ട് നമ്മൾ ഇരുത്തി. ചുറ്റും മൃഗങ്ങൾ, കടുവ വരെയുള്ള മൃഗങ്ങളുള്ള ഒരു കാടാണ്. പക്ഷേ ആ അനുഭവം നമുക്ക് അവർ തരികയാണ് ചെയ്തത്. ഇത് നമ്മൾ എത്ര പണം കൊടുത്താലും കിട്ടാത്തൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാട് കയറ്റം തുടരാൻ തന്നെയാണ് മനസ്സ് പറയുന്നത്. തീർച്ചയായും. ഞാൻ എൻ്റെ ഒരു മധ്യ വയസ്സെന്നൊക്കെയാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ മധ്യമല്ല, 35 വയസ്സെന്നുള്ളത്. അപ്പം ഇനിയൊരു അത്രയും തന്നെ ജീവിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒട്ടും വൈകിയില്ലെന്നാണ് ആ ഒരു സന്തോഷം എനിക്കുള്ളത്. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പോകാനും ഒരുപാട് വ്യത്യസ്തതരം കാടുകൾ സഞ്ചരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം തീർച്ചയായും ഇത് തുടരും. അതിന് താല്പര്യമുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടും, പുതുതായിട്ടുള്ള ആളുകൾക്ക് അനുഭവം കൊടുക്കും. പിന്നെ നമുക്കൊരു ടീം ഉണ്ടാവണം. ഇപ്പോൾ നമുക്കൊരു 3 പേരുടെ ടീമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. എത്രയോ പേരെ നമ്മൾ അരിപ്പ പോലെ അരിച്ച് പെറുക്കുമ്പോൾ അതിൽ താല്പര്യമില്ലാത്തവർ പോകും. പക്ഷേ കുറച്ച് ആളുകളെ നമുക്ക് കിട്ടും. അങ്ങനെ ടീം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ യാത്രകൾ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പോകുന്ന വീഡിയോ ഒക്കെ ഇടുന്ന സമയത്തെ പല ആൾക്കാരും നമുക്ക് വരാൻ താല്പര്യപ്പെടാം. പ്രത്യേകിച്ച് ബി രവികുമാർ സാറൊക്കെ, അദ്ദേഹം പ്രശസ്തനായ എഴുത്തുകാരനാണ്, കഥാകൃത്താണ്. രവികുമാർ സാറൊക്കെ ഇടയ്ക്ക് പറയും, ഞാനും വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. അതുപോലെ പഴകുളത്തുള്ള KN ശ്രീകുമാർ സാർ, അദ്ദേഹം അധ്യാപകനാണ്, അതുപോലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ ശ്രീകുമാർ സാറൊക്കെ ഇങ്ങനെ നമുക്കൊരു പ്രചോദനമാണ്. പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് യാത്ര പോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് കാട് സ്നേഹിക്കുന്ന അല്ലെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ യാത്ര ചെയ്ത് വരുമ്പം കഥാകൃത്ത് ഉണ്ണികൃഷ്ണൻ സാർ, തിരുവല്ലയിലെ ഉണ്ണികൃഷ്ണൻ കളീക്കൽ സാർ 3 ദിവസം മുമ്പ് ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളതാണ്. ഇതിലെയൊക്കെ വന്നു സാർ, ഈ തടാകം കണ്ട് ബോട്ടിൽ കയറിപ്പോയി. അപ്പോൾ സാർ ഇന്നലെ അവിചാരിതമായി നമ്മളെ വിളിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു, ഇനിയും നിങ്ങൾ വീഡിയോ ഇടണം, അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങൾ അറിയാൻ പറ്റുമല്ലോ ഒക്കെയാണ് സാറ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിളികളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് വരും. അത് വേറൊരു ഫാക്ടർ കൂടെ ഉണ്ട്, ഒരു ഹെൽത്തിൻ്റെ ഒരു ഫാക്ടർ കൂടെ നമുക്ക് ഈ കാട്ടിലുണ്ട്. ഇപ്പം കുറച്ച് കായികമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സ് മാത്രം പോരാ, മനസ്സ് എത്തുന്നിടത്ത് നമ്മുടെ ശരീരം കൂടെ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹെൽത്ത് ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് കുറച്ച് വയസ്സായ അല്ലെങ്കിൽ ഏജഡായുള്ള ആളുകൾക്ക് ഇതേപോലുള്ള നാച്ചുറൽ വാക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നാച്ചുറലായിട്ടുള്ള വാക്കുകൾ ചെയ്യാൻ പറ്റും. അതേപോലെ എന്ന് പറഞ്ഞാൽ ഇത് അധികം കയറ്റം ഇറക്കമൊന്നുമില്ല. ഈ കാടിൻ്റെ എല്ലാ ഭംഗിയും ഈ ഒരു നാച്ചുറൽ വാക്കിനുണ്ട്.
അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ കായികമായിട്ട് അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ഹെൽത്തുള്ള ആളുകൾക്ക് നമുക്ക് ഉൾക്കാട്ടിലോട്ടൊക്കെ പോകാം. പ്രത്യേകിച്ച് ഇപ്പം ഈ പെരിയാർ ടൈഗർ റിസർവിൽ തന്നെ ഈ ഉള്ളോട്ടൊക്കെ വലിയ വലിയ ട്രക്കിംഗ് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. അതായത് ഒരു ദിവസം മുഴുവനായിട്ടും ട്രക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് രാവിലെ 6 മണിക്ക് നമ്മൾ ഭക്ഷണം ചുമന്നുകൊണ്ട് പോയി അവിടെ നിന്ന് ഉൾക്കാട്ടിൽ പോയി കഴിച്ച് അവിടെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ച് 6 മണിക്ക് തിരിച്ചു വരുന്ന തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് ഹെൽത്ത് ഉള്ള ആളുകൾക്കൊക്കെ പറ്റുള്ളൂ. പിന്നെ ഇതൊന്നും പറ്റാത്ത ആളുകൾക്ക് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ ആഗ്രഹം കണ്ടു തീർക്കാൻ പറ്റും. പിന്നെ നമ്മൾ അന്ന് പോയപ്പോൾ ലാസ്റ്റ് പോയി ഗ്രീൻ വാക്ക് എന്ന് പറയുന്ന ഒരു പാക്കേജ് നമ്മൾ പോയി 3 മണിക്കൂർ നടക്കാൻ പോയപ്പോൾ നമുക്ക് കുറച്ച് ആനകളെ കാണാൻ പറ്റും. അതും ഒരു 20 മീറ്റർ ദൂരം നിന്ന് ആനകളെ കാട്ടാനകളെ കാണാൻ പറ്റി. അതിൻ്റെ അതൊരു വിഷയം എന്ന് പറഞ്ഞാൽ 20 മീറ്റർ നേരെ ദൂരെയാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു തിട്ടയുള്ളത് കൊണ്ട് ഈ ആനകൾ കയറി വരുന്നില്ല. അവർ താഴെ നിന്ന് ആഹാരം കഴിക്കുന്നു. അതിൻ്റെ ഫീമെയിലുണ്ട്, കുട്ടിയുണ്ട്. അപ്പം നമുക്ക് വളരെ അടുത്തു നിന്ന് അവരുടെ ആ ചലനങ്ങളും അവരുടെ സന്തോഷങ്ങളും നമ്മളിലേക്ക് പകരുന്ന ഒരു സന്തോഷമായി മാറുന്ന കാഴ്ചയുണ്ട്. അതൊക്കെ ഒരു അനുഭവം തന്നെയല്ലേ നമുക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായും. അതുപോലെ മുള്ളൻ പന്നി നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നു. അത് ഓടുന്നു, ഒരുപക്ഷെ പേടിച്ചായിരിക്കാം. പിന്നെ അതുപോലെ ചില മൃഗങ്ങളുടെയൊക്കെ തലയോട്ടികളൊക്കെ നമ്മൾ കാണുന്നു. അപ്പം കാട്ടിലേക്ക് ഇറങ്ങി പേടി മാറി. ആദ്യം എന്താ പറഞ്ഞേ, മനഃപൂർവ്വം കുറച്ച് സമയം കണ്ടെത്തുക വലിയ ചിലവൊന്നും ഉള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് KSRTC ബസ്സുണ്ട്, അല്ലെങ്കിൽ ബസ് സർവീസുകളുണ്ട്. വന്നു കഴിഞ്ഞാൽ ചെറിയ തുക വെച്ച് നോക്കി കാടൊക്കെ കാണാൻ പറ്റില്ല. അത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അതിനുവേണ്ടി കേരള ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കൂടെ ഒരു ബീറ്റ് ഓഫീസറും ഒരു ഗൈഡും ഉണ്ടാവും. അപ്പോൾ ഗൈഡ് മുന്നേ നടക്കും, ബീറ്റ് ഓഫീസർ ഗണ്ണ് വെച്ചിട്ട് പുറകിൽ നടക്കും. അവർ വെടിവെക്കത്തില്ല, പക്ഷേ അവർ അവരുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൃഗവും നമ്മൾ അറ്റാക്ക് ചെയ്തതായിട്ട് അവർ കാണിച്ചിട്ടില്ല. പിന്നെ കാടിന് 2 ഭാഗമുണ്ട്. ഒരു ബഫർ സോണും ഉണ്ട്, ഒരു കോർ സോണും ഉണ്ട്. കോർ സോൺ എന്ന് പറഞ്ഞാൽ ഉൾക്കാട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളും ഒക്കെ ഉള്ളത്. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഏരിയയൊക്കെ ബഫർ സോണാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ട്രക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഈ ബഫർ സോണിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ അധികം ക്രുവാലിറ്റിയുള്ള മൃഗങ്ങളൊന്നും വരാറില്ല. പിന്നെ ആകെ കാട്ടിൽ എല്ലാവരും പറയുന്നത് കരടി മാത്രമാണ്. കരടി നമ്മൾ ഒന്നും പ്രൊവോക്ക് ചെയ്തിട്ടില്ലെങ്കിലും അത് അറ്റാക്ക് ചെയ്യും. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനോ ഒക്കെ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയത്തിൻ്റെ ഫാക്ടറി ഇല്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു അനുഭവത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു മൃഗവും നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് മനുഷ്യനേക്കാളും കൂടുതൽ മൃഗങ്ങൾക്ക് ഒരാളെ തിരിച്ചറിയാൻ പറ്റും. ഈ ഫോറസ്റ്റ് ഓഫീസറൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ് ചിലപ്പം ചില ഉള്ളിലുള്ള അവരുടെ ക്യാമ്പിംഗ് പോയിന്റ്സിലോട്ടൊക്കെ ഒറ്റയ്ക്കാണ് ട്രക്ക് ചെയ്ത് പോകുന്നത്. അവർക്കൊന്നും ഇതുവരെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം, ആരണ്യനിവാസ പെരിയാർ ഹൗസ് എന്നൊക്കെ പറഞ്ഞ 2 കെട്ടിടങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഈ കാട്ടിൽ തന്നെ താമസിക്കാൻ പറ്റും രാത്രിയിൽ ചെറിയ എമൗണ്ടിൽ. അപ്പോൾ ഈ പെരിയാർ ഹൗസിലൊക്കെ കുറച്ച് റേറ്റ് കുറവാണ്. അതുപോലെ ആരണ്യനിവാസം കുറച്ച്, പിന്നെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഒന്ന് താമസിച്ചിരുന്ന ആരണ്യനിവാസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുറിയൊക്കെ നമ്മളെ ഇപ്പോഴും അവർ വന്നാൽ കാണിക്കും. മാത്രമല്ല ലേക്ക് പാലസ് ഉണ്ട്. അതാണ് ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഉള്ളത്. ഈ ലേക്ക് പാലസ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പണ്ട് വെക്കേഷൻ സമയത്ത് ഇവിടെ വന്ന് താമസിച്ച ഒരു രാജകൊട്ടാരം തന്നെയാണത്. അത് രാജാവിന് താമസിക്കാനായിട്ട് അവർ ഉണ്ടാക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. അതാണ് അതിൻ്റെ പേരും ലേക്ക് പാലസ് എന്ന് വന്നത്. അതെ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അത് പിന്നെ അതാണ് 3 എല്ലാ തരം ആളുകൾക്കും താമസിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾക്കും നമ്മളെപ്പോലെ ഇടത്തരം ആളുകൾക്കും ഒക്കെ ഇവിടെ വന്നത് കാണാം. ഇനിയിപ്പോൾ അതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ വെറും 45 രൂപയുടെ ഗ്രീൻ വാക്ക് മാത്രം മതി. ഏറുമാടത്തിൽ വരെ വന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം, ഈ കാഴ്ചകൾ കാണാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, കാർഡ് ഓക്സിജൻ അല്ലേ? ആ കാർഡ് ഓക്സിജൻ, കാരണം ഭയങ്കര പ്യുവർ ആയിരിക്കും ഇവിടുത്തെ ഓക്സിജൻ. മറ്റു വാഹനങ്ങൾ പോയി പൊല്യൂഷൻ ഇല്ല. ഇലകൾ, മരങ്ങൾ, വെള്ളം, വളരെ ശാന്തമായൊരു സംഭവം. അപ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആവും അല്ലേ? അതിനൊരു മെഡിക്കലി അതിനെങ്ങനെ നിർവചിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ നമുക്ക് 2 തരം ഓക്സിജൻ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു തരം ഓക്സിജന് ലോകത്തുള്ളൂ. പക്ഷേ മനുഷ്യനാണ് ഇതെല്ലാം 2-3 തരമാക്കി മാറ്റിയത്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ പൊല്യൂട്ടഡാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ തരത്തിലില്ല. അപ്പോൾ നമുക്ക് മനുഷ്യനുണ്ടാക്കുന്ന പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടേഴ്സാണ്. ഒന്ന് കാർബൺ മോണോക്സൈഡ്, ഒന്ന് ഹൈഡ്രോ കാർബൺ, പിന്നെ നൈട്രജൻ ഓക്സൈഡ്. ഈ 3 സാധനങ്ങളാണ് ഈ ഫാക്ടറികളിൽ നിന്നും അതേപോലെ തന്നെ ഈ നമ്മുടെ വെഹിക്കിൾസിൽ നിന്നൊക്കെ ഇമിറ്റ് ചെയ്യുന്നത്. ഇത് സിറ്റിയിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ലങ്സിൽ അതിൻ്റെ പ്രോസസ്സിങ്ങും ഈ പൾമണറി വെന്റിലേഷനും ഒക്കെ വളരെ പൂവറായിരിക്കും. അതായത് നമുക്ക് ശരീരത്തിന് ഈ രക്തം എപ്പോഴും ഓക്സിജനേറ്റഡ് ആയിരിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ കൊണ്ട് നിറഞ്ഞതായിരിക്കുകയാണ് നമ്മുടെ ചിന്തയും നമ്മുടെ സ്കിന്നും ഒക്കെ നല്ല ഫ്രഷ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഈ ഓക്സിജൻ ശ്വസിച്ച് നമ്മളെല്ലാം ദുഷിച്ചിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു
പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരം ഒരു ഓക്സിജനാണ് കാട്ടിനകത്ത്. അത് ഞങ്ങളിട്ട പേരാണ് കാട് ഓക്സിജൻ. അതെ. പക്ഷേ ആ കാട് ഓക്സിജനിൽ ഈ പറയുന്ന കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. നമ്മളത് ആ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ മാറി. അത് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം എല്ലാവരുമായിട്ട് ഞങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. വീണ്ടും കാണാം. എന്തായാലും എല്ലാവരെയും കാർഡ് ഓക്സിജൻ ശ്വസിക്കുന്നതിനായി ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വനമേഖലയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ സിമ്പിളാണ് പ്രോസസ്സ്. വെറും 45 രൂപ കൊടുത്ത് നമുക്ക് ഈ കാട് കാണാം, അതിൻ്റെ ബഫർ സോണിലുള്ള ഏരിയ കാണാം. തീർച്ചയായും വെൽക്കം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങളിതെല്ലാം യാത്രയെല്ലാം തുടങ്ങി. ഒരുപാട് ആളുകൾ ഇതേപോലെ താല്പര്യപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അധികം വൈകാതെ ഞങ്ങളൊരു ഇതേപോലെയുള്ള ചെറിയൊരു കൂട്ടായ്മ തുടങ്ങാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. ഓക്കെ, വെൽക്കം. താങ്ക് യു.